ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ രണ്ടല്ല 3-4 പേര് ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റല്ല, നമ്മുടെ ആൾക്കാർ തന്നെ. അപ്പോൾ അവർക്ക് വരുമ്പോൾ നമുക്കിത് ഫുഡൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും അവരാരാണെന്നൊക്കെ നമുക്ക് കാണാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അവരാരാണെന്ന് കാണാം. എന്താ വായോ. ഇപ്പോൾ ചിക്കൻ ഞാൻ മുറ്റത്ത് തന്നെ 3 താവൂക്ക് കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഗ്യാസിൽ വയ്ക്കേണ്ടി വരും എല്ലാം. അതുകൊണ്ട് ഞാൻ വയ്ക്കാനായിട്ട് നമുക്കവിടെ നല്ല സൗകര്യത്തിനെല്ലാം ഇതുണ്ട്. അപ്പോൾ ഞാൻ കുട്ടൂസുമ്മ അവിടെ നിന്ന് വീഡിയോ പിടിക്കുകയാണ്. അപ്പം തീ കത്തി വന്നപ്പോഴത്തേക്ക് ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ചു. അതെങ്ങനെയൊക്കെയാണ് വീഡിയോ പിടിച്ചിരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ഇത് കുട്ടൂസുമ്മനാണ് വീഡിയോ പിടിക്കുന്നത്. ഇതേ കണ്ട ഉരുളിയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഉരുളി അത് നേരെയൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കാര്യം പറയുന്നതാണ്. അപ്പം ഉരുളി അടുപ്പിൽ വെച്ചു. ഉരുളി ചൂടായി. അതിലേക്ക് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ ചീരയും പയറും ഒക്കെ നട്ടേക്കുന്നത്. അതാണ് അവിടെ വേക്കിൽ അതങ്ങനെയൊക്കെ ഓലയുടെ തുമ്പൊക്കെ ഊന്നിയേക്കുന്നത്. കടു ഇടാൻ പോവുകയാണ്. കടു ഇട്ടു. വറ്റൽമുളക് ഇട്ടു. കുറച്ചേ ഉള്ളു. എന്നാലും അവിടെ വലിയ സ്റ്റാൻഡ് കൊണ്ട് വെച്ച് പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വലിയ സ്റ്റാൻഡ് എടുത്തുകൊണ്ടൊന്ന് വെച്ചതാണ്. പക്ഷേ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പൗസ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ അതിലോട്ട് കൊടുത്തില്ല. അല്ലെങ്കിൽ അതിൽ കൊടുത്താൽ നമുക്ക് നേരെ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അത് പറ്റിയില്ല. കുട്ടൂസുമോൻ അങ്ങനെ വാതിലിൽ പോയിരുന്ന് പിടിക്കുകയാണ്. അവിടെ നമ്മളെ പഴയ വീട്ടിൻ്റെ വാതിലിരിക്കുകയാണ് കുട്ടൂസുമോൻ. അപ്പം ഇഞ്ചി അരിഞ്ഞ് വെച്ചില്ലായിരുന്നു. അപ്പോൾ ഇഞ്ചി ഞാൻ അതിലേക്ക് അങ്ങ് കൊത്തി അരിഞ്ഞ് തന്നെ ഇടുകയാണ്. ബാക്കിയെല്ലാം ഇട്ടു. മുളക്, കടു എല്ലാം ഇട്ടു. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞ് തന്നെ അങ്ങ് ഇടുകയാണ്. നല്ല ഇഞ്ചി അതിലേക്ക് അരിഞ്ഞ് തന്നെ അങ്ങ് ഇടുകയാണ്. വിരളുറയൊന്നും എടുക്കാൻ നിന്നില്ല. വിറവുള്ളപ്പം നമുക്ക് ഇതിലോട്ട് തന്നെ അരി അടുപ്പിടാനായാലും വിറവ് ഇഷ്ടം പോലെ തൊണ്ടും ചിരട്ടയൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 3 താപൂക്കും അല്ലെങ്കിൽ 2 വീട്ടിലും പുകയില്ലാത്ത അടുപ്പ് 2 വീട്ടിലും ഉണ്ട്. പിന്നെ ഇവിടുത്തെ പുതിയ വീട്ടിൽ വിറവൊക്കെ വാരിക്കൊണ്ടിടുമ്പോൾ അവിടെ എല്ലാം. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ അങ്ങ് തീ പറ്റിക്കില്ല. പക്ഷേ അവിടെയും പുകയില്ലാത്ത അടുപ്പ് ഇട്ടിട്ടുണ്ട്. അത് 3 അടുപ്പ് വന്ന് ഇടുകയും ചെയ്ത് ആവശ്യമില്ലാത്ത രീതി ചെയ്തത്. ഇടാൻ പോയത് എന്നെ മിച്ചം. 1 ഇടൂലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1 അടുപ്പേ ഇടുകയുള്ളായിരുന്നു. 3 അടുപ്പേ ഇടുകയുള്ളെന്ന് പറഞ്ഞു. ഇപ്പോൾ വെളുത്തുള്ളി കൂടെ ഇട്ടു. ഇഞ്ചി അരിഞ്ഞിട്ടു. ഇപ്പോൾ വെളുത്തുള്ളി ഇട്ടു. മണ്ണിറക്കി ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ബേക്കിൽ എല്ലാം നമുക്ക് മണ്ണും കൂടെ ഇറക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല നിരപ്പിനുള്ള ഒരിതായി. ഞാൻ ഇരിക്കുന്നത് നമുക്കുള്ള മുമ്പ് മഹാഗണി അറുത്തപ്പോഴത്തേക്കുള്ളൊരു മരക്കഷ്ണം ഞാൻ ഇറച്ചി വെട്ടുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിട്ട ഒരു മരക്കഷ്ണം നമുക്ക് ഇരിക്കാൻ നല്ല പാകത്തിനുള്ള. ഞാൻ മുമ്പേ ബീഫ് വരട്ടിയപ്പോഴും ഞാൻ അതിൽ തന്നെ ഇരുന്നത്. വാർത്ത കാണുകയാണ് ഞാൻ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്ഥലങ്ങളിൽ ഇസ്രയേലിലുണ്ട്, ഇറാനിൽ US ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളിലും ഇറാൻ്റെ തിരിച്ചടി യുദ്ധം നടക്കുന്നെന്നുള്ളത്. ദൈവമേ, ഓരോന്നും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും ഇറാൻ്റെ തിരിച്ചടി. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത അത് തന്നെ യുദ്ധം തുടങ്ങുന്നെന്നുള്ളത്. എന്തോ ചെയ്യും ദൈവമേ. സൗദി, കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ മിസൈലിലൂടെ എല്ലാം തകർത്ത് ഗൾഫ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. 53 കുട്ടികളെ. ഇറാനിലെ 2 സ്കൂളുകളിൽ ഇസ്രയേലിൽ ആക്രമണം. തെക്കൻ ഇറാനിലെ മിനാബിൽ 51 കുട്ടികളും അത് കണ്ടുകൊണ്ടങ്ങ് ഇരുന്നു പോയി കേട്ടോ.
അപ്പം ഞാൻ ടി വി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പോയി. അപ്പം എണ്ണ അതിന് ശേഷം ദേ ഉള്ളി ഇട്ടു, ഉള്ളി കരിയേപ്പിലയൊക്കെ ഇട്ട് ഉള്ളി ഇട്ടു, ഉള്ളി സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിരുന്ന ഇട്ടു. അതിൻ്റെ കൂടെ തക്കാളിക്ക ഇട്ടു, അതിൽ ഉപ്പിട്ടു. അത് വാടി വന്നപ്പോഴത്തേക്ക് പൊടിയിട്ടു. അതൊന്നും വീഡിയോ പിടിക്കാനായിട്ട് കുട്ടൂസുമോൻ എണീച്ച് പോയി. കുട്ടൂസുമോൻ്റെ ഒന്ന് മൊബൈൽ മേടിച്ച് ഞാൻ അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ ആവശ്യമുള്ളത് മാത്രം ഞാൻ മൊബൈലെടുത്ത് ഞാൻ കാണിച്ച് പിടിക്കുന്നതേ ഉള്ളൂ. ഇത് മുളക് പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശകലം ഉലുവപ്പൊടി, പിന്നെ ശകലം കുരുമുളക് പൊടി. ഇത്രയുമാണ് ഞാൻ അതിലിട്ടിരിക്കുന്നത്. അത് കുരുമുളക് പൊടി ഇത്രയുമാണ് ഞാൻ അതിലിട്ടത്. ഇനി അതിലിട്ട് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. വരട്ടിയെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഈ എണ്ണയിലിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ പൊടി നല്ലപോലെ വരട്ടിയെടുക്കണം. നല്ലപോലെ വരട്ടി ബ്രൗൺ നിറമാവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. നമുക്ക് അണ്ണൻ സാമിക്ക് പോയാണ് ഇറച്ചി മേടിക്കുന്നത്. അവിടുത്തെ ചിക്കൻ ഒരു പ്രത്യേക സ്വാദാണെന്ന് അണ്ണൻ പറയുന്നു. പക്ഷേ അത് സത്യമായ കാര്യം തന്നെ. നമ്മൾ സാധാരണ ചിക്കൻ കഴിക്കുന്നേക്കാളും ഇന്ന് കൊണ്ടുവന്ന ചിക്കനായാലും കറി വെച്ച് അത് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കണമെന്ന് തോന്നും. നല്ല രസമുള്ള ഇത് തന്നെ. ഇനി അവരുടെ ഫാമിലി ഇതായിരിക്കും ചിലപ്പം. നല്ല രസമുള്ള ചിക്കൻ തന്നെ. പക്ഷേ ചിക്കനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. ഇത് വലിയ ഉരുളി വെച്ചതേ ഉള്ളൂ. ഇറച്ചി മേടിച്ചു. ഇറച്ചിയുടെയൊക്കെ വില ഭയങ്കരം. വിമാനങ്ങളെല്ലാം റദ്ദാക്കിയ കാര്യമാണ് പറയുന്നത്. ചർച്ചയും നയതന്ത്രവും വഴി സംഘർഷം അവസാനിപ്പിക്കണം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വരട്ടിയെടുക്കണം. കണ്ടോ, ഞാൻ അവിടെ ചെറിയ സ്റ്റാൻഡ് കൊണ്ടുവന്ന് ഒന്ന് ചാരി വെച്ചിട്ടുണ്ട്. അതാണ് ഒരറ്റം കിട്ടുന്നത്. നേരെ നമുക്കതിരുന്ന് വീഡിയോ പിടിക്കാനും ഒന്നും പറ്റുന്ന ഒരു ഇതല്ല. മണ്ണൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് കയറി ഇറങ്ങി അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ വലിയ സ്റ്റാൻഡിൽ വയ്ക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കത് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്ത് വയ്ക്കാനും ഒക്കെ ഒരാളവിടെ വേണം. അപ്പോൾ അങ്ങനെയൊന്നും ആളില്ലാത്തത് കൊണ്ടാണ് നമുക്ക് നേരെ നിന്ന് വീഡിയോ പിടിക്കാനുള്ള ഒരിത്. എപ്പോഴും ചാടി എണീക്കാനും ഇരിക്കാനും എനിക്ക് അവിടെ നിന്ന് അതിൽ നിന്ന് ഞാൻ ഇരിക്കുന്ന ഇത് നിരപ്പുള്ളൊരു സ്ഥലത്തല്ല. നമുക്ക് നല്ല അത് ചിക്കൻ മസാലയാണ്. അണ്ണ ഇടണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മളങ്ങനെ ചിക്കൻ മസാലയും അങ്ങനെ ഒന്നും ചേർക്കുന്നൊരു പതിവില്ല. എന്നാലും ഇപ്പോൾ എല്ലാവരും ചേർക്കുന്നത് കൊണ്ട് ശകലം ചിക്കൻ മസാല ഇട്ടതാണ്. ഇന്ന് അത് ഇട്ടില്ല എന്ന് വിചാരിച്ച് ഒരു കുറവ് വേണ്ടെന്ന് വിചാരിച്ച് ശകലം ചിക്കൻ മസാലയും കൂടെ ചേർത്തു. അതാണ് ഇട്ടത്. ഇനി നമുക്ക് നല്ല ഒരിതായി. ഇനി നമുക്ക് ഇറച്ചി അതിലേക്ക് എടുത്ത് തട്ടി എല്ലാം ഒന്ന് ഇളക്കി. കൊതുകൊടൊന്ന് കുറഞ്ഞു കണ്ടോ. അത് നമുക്ക് അറിയത്തില്ല. മൊബൈൽ അവിടെ ചരിച്ചിട്ടേക്കാണ്. അതുകൊണ്ടാണ് ഒരറ്റം ഇങ്ങനെ കിട്ടുന്നത്. നമ്മൾ വീഡിയോ പിടിക്കുന്നതൊക്കെ നേരെ ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയാൻ പോലും പറ്റുന്നില്ല. എൻ്റെ പഴയ വീടും പുതിയ വീടിൻ്റെ തൊട്ടിപ്പുറത്താണ് ചേർന്നത്. എൻ്റെ വീട് കണ്ടോ. എൻ്റെ ജീവനും പ്രാണനുമായ വീടാണേ. കണ്ടോ. എൻ്റെ ഇറച്ചി ഇതാ കൊണ്ടുവച്ചു. മൊബൈൽ എൻ്റെ കയ്യിലിരുന്ന് അങ്ങനെ വെട്ടുന്നതാണ്. ഇറച്ചി എടുത്ത് തട്ടാൻ ഈ മൊബൈലും കൂടെ കയ്യിൽ വെച്ചും കൊണ്ട് ഇറച്ചി എടുത്ത് തട്ടാൻ പറ്റുന്നില്ല.
അത് ഞാൻ നോക്കിയാണ്, ഇനിയിപ്പം എടുത്തങ്ങ് തട്ടാന്ന് വിചാരിച്ചു. നല്ല സൂപ്പർ ചിക്കൻ, നല്ല ചിക്കനാണ് കേട്ടോ. എല്ലാം നല്ലപോലെ ഇളക്കി മൊത്തത്തിൽ അരപ്പൊക്കെ ഒന്ന് ചേർത്ത്, മൊത്തത്തിൽ അരപ്പ് എല്ലാത്തിലും ഒന്ന് ചേർത്ത് ഇതാക്കണം. ഞാൻ മൊബൈലങ്ങ് ഉണ്ടോ എല്ലാം ഇളക്കി ചേർത്ത് ഇതാക്കി. അത്രയും നേരം പിന്നെ പിടിച്ചില്ല. ഇപ്പം ചേർത്തതിന് ശേഷം ഇത്രയും നേരം അടച്ചിട്ടിരുന്നു. അടച്ചിട്ടതിന് ശേഷം ശകലം തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിരുന്നു. ആ വെള്ളം കൊണ്ടുവന്ന് ചേർത്തതാണ്. ചേർത്ത് ഇത്ര ശകലം വെള്ളമേ ഉള്ളൂ, ശകലം വെള്ളം ചേർത്തു. ഇനി നമുക്ക് അടച്ചിടാം. കിടന്ന് വെന്ത് നല്ല ഒരു പരുവായി വരട്ടെ. കുറച്ച് നേരം അല്ലാതെ തന്നെ അടച്ചിട്ടിരുന്നിട്ട് തുറന്ന് ഇപ്പം വെള്ളം ചേർത്തതാണ്. ഇപ്പം ദേ വീണ്ടും എന്ത് പരുവായെന്ന് ഒന്നുകൂടെ തുറന്ന് നോക്കിയതാണ്. തുറന്ന് നോക്കിയപ്പോൾ ഇറച്ചി ഏകദേശം പരുവായിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ശകലം കണലിൽ കിടക്കട്ടെ, ഏകദേശം എല്ലാം കണലിൽ കിടക്കട്ടെ. ഇനി നമുക്ക് ബിരിയാണിയുടെ ഇത് തുടങ്ങാം. ഇത് ബിരിയാണിക്കായിട്ട് ഉള്ളി നല്ല കനം കുറച്ചരിഞ്ഞ് നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട്, നല്ല നെയ്യിൽ പൊരിച്ചെടുക്കാനായിട്ട് അകത്ത് ഞാൻ കൊണ്ടുവന്ന് നമ്മളെ മോഡുലാർ കിച്ചണിൻ്റെ അതിൽ പാൻ അടുപ്പിലേക്ക് വെച്ച്, നല്ലൊരു ഇതിലടുപ്പിലേക്ക് വെച്ച് ശകലം നെയ്യും ശകലം സൺഫ്ലവറും കൂടെ ഒഴിച്ച് അതിലേക്ക് സോഫ്റ്റായിട്ട് അരിഞ്ഞ സവാള പൊരിച്ചെടുക്കാനായിട്ട് ഇട്ടേക്കാണ്. അതൊന്ന് ബ്രൗൺ നിറമാകുമ്പം നമുക്ക് കോരിയെടുത്തിട്ട് വേണം ബിരിയാണിയുടെ പരുവത്തിന് വേണ്ടി ഇട്ടേക്കാണ്. മറ്റേ ഇറച്ചി നമ്മൾ കണലിലിട്ടിരിക്കുകയാണ്. ആദ്യം അരപ്പൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ആ ഇതിൽ തന്നെ നമ്മൾ അടച്ചിട്ടിരുന്ന് ഒരു 10 മിനിറ്റ് അതേപോലെ ഇട്ടിരുന്നിട്ടാണ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി, ഒരു 2-2.5 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി കൊണ്ടുവന്ന് ഇറച്ചിയിൽ ചേർത്തത്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ തുറന്ന് നിങ്ങളെ കാണിച്ചിട്ട് ഇപ്പം ഞാൻ കണലിലങ്ങ് ഇട്ടിരിക്കുകയാണ് അവിടെ. എന്നിട്ട് വന്ന് ബിരിയാണി വയ്ക്കാനായിട്ട് തുടങ്ങിയത്. അപ്പം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ടാണ്. ഇതൊന്ന് പൊരിച്ച് കോരണം. പൊരിച്ച് കോരിയിട്ട് വേണം അടുത്ത ഇത് നോക്കാൻ. അരി ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കൂത്തിട്ട്, അല്ലെങ്കിൽ പിന്നെ അരി വേറെ വേവിച്ച് കോരണമായിരുന്നു. അതിനേക്കാളും ഞാൻ വിചാരിച്ചു ഇത്തിരി നേരം വെള്ളത്തിലിട്ട് ഒന്ന് കൊത്തിയതിന് ശേഷം റെഡിയാക്കാമെന്ന്. ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ നിറമായി തുടങ്ങി. കണ്ടോ, ബ്രൗൺ നിറമായി തുടങ്ങി. അതിന് ഏറ്റവും വലിയ പ്രത്യേകത ബഹ്റൈൻ എന്ന് പറയുന്നത് യുഎസിന്റെ 5ാം കപ്പൽപ്പട ഉള്ള സ്ഥലമാണ്. അത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്. അതിനുള്ള ഖത്താർ, കിർഗിസ്ഥാൻ വരെയുള്ള മേഖലകളിലേക്ക് യുഎസിന്റെ നിരീക്ഷണം ശക്തമാക്കുന്ന സൈനികർ ഉള്ള മേഖല കൂടിയാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു ആക്രമണം ബഹ്റൈൻ മേഖലയിൽ ഇറാൻ ശക്തമാക്കുന്നത്. മാത്രമല്ല, രണ്ടാമത് ഖത്തറിനെ സംബന്ധിച്ച് ഇറാനുമായിട്ട് കടൽ ദൂരമുള്ള ഡിസ്റ്റൻസ് അത് വളരെ കുറവാണ്. എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം അത് ഇറാൻ നടത്തുകൊണ്ടിരിക്കുന്നത്. മുകളിലെ സവാള മൂത്ത് വരുന്നതേ ഉള്ളൂ. അത് ഓഫാക്കി വെച്ചു എന്നുള്ള ഓർമ്മയിലായിരുന്നു. ആവശ്യമില്ലാത്ത സമയത്തെല്ലാം മൊബൈൽ ഓണാണ്. കണ്ട, എപ്പോഴേ ഓഫാക്കി വെക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇനി ഇടയ്ക്ക് നോക്കിക്കൊള്ളണേ, നമ്മൾ ഓണായിരിക്കുന്നു എന്നും പറഞ്ഞും കൊണ്ട് ഓരോന്ന് ചെയ്തിട്ട് പിന്നെ നോക്കുമ്പോൾ അയ്യോ മൊബൈൽ ഓഫായിരുന്നപ്പോഴാണ് അതെല്ലാം ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം നമുക്ക്
ഇത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെ പറ്റാറുണ്ട്. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എല്ലാം ചെയ്ത് അയ്യോ വീഡിയോ ഓണാണെന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിത് വീഡിയോ ഓഫ് ചെയ്ത് വയ്ക്കാനായിട്ട് ചെയ്യാനുള്ളതാണ്. ഇത് വെട്ടിക്കളയുമ്പം ഞാൻ വെട്ടിക്കളയുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒത്തുപോകും. ഇനിയിപ്പോൾ ഏകദേശമൊക്കെ മൂത്തു. ആ ഉള്ളി മൂപ്പിക്കുന്നതിന് എന്നെ തോന്നെ സമയം ഞാൻ ഇതിലിട്ടിരിക്കുകയാണ്. പക്ഷെ അത് എങ്ങനെ വെട്ടിക്കളയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിപ്പോൾ അത് മൂത്ത് കോരി ഇനിയിപ്പോൾ സമാല് കശുവണ്ടി പരിപ്പിട്ടു, നമ്മുടെ അണ്ടിപ്പരിപ്പിട്ടിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി 5-6 കൂടെ ഇട്ടിട്ട് മുന്തിരിങ്ങ കൂടി അതിലേക്ക് ഇട്ട് മൂപ്പിച്ചങ്ങ് കോരാം. കണ്ടോ ഇനി നമുക്കതെല്ലാം മൂപ്പിച്ച് മുന്തിരിങ്ങയും കൂടി അതിലേക്ക് ഇട്ട് മൂപ്പിച്ച് കോരാം. ഞാൻ മുന്തിരിങ്ങ കൂടി അതിലേക്ക് ഇട്ട് നമുക്ക് മൂപ്പിച്ച് കോരാം. അത് രണ്ടും മൂപ്പിച്ച് കോരിയെടുക്കാം. കണ്ടോ മൂപ്പിച്ച് ഇതിപ്പോ ഇവിടെ എല്ലാവരുടെ ഫോണിലും ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ട്രെൻഡിങ് നമ്പർ 1. കണ്ടോ മൂത്തിട്ട് നമുക്ക് നല്ലപോലെ കോരി അതിലേക്ക് നമുക്ക് അതിൽ കൂടെ കോരി അങ്ങ് വയ്ക്കാം. കണ്ടോ അതെല്ലാം കോരി നമുക്കതിലേക്ക് മാറ്റിയിട്ട് ഇപ്പം മൂപ്പിച്ച് കോരാനായിട്ട് നമുക്ക് ഈ കണ്ണാപ്പ ഉപയോഗിച്ച് കോരാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ഈ പാത്രത്തിൽ തടിയുടെ ഇത് ഉപയോഗിക്കണം. ആദ്യം ഉപയോഗിച്ചപ്പോഴത്തേക്കും അല്ലാതെ ആക്കിയതിന് അതിൽ വര ഞാനെടുത്തപ്പോൾ അന്തം വിട്ടുപോയിട്ടുണ്ട്. അങ്ങും ഇങ്ങുമൊക്കെ വര കിടക്കുന്നു. നമ്മളിങ്ങനെയുള്ള പാത്രങ്ങളിൽ ഒരിക്കലും തടി ഉപയോഗിച്ച് മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഉണ്ട്. ബിരിയാണി ചേർക്കാനുള്ള പച്ചക്കറികളെല്ലാം ഉണ്ട്. അത് ഇരുമ്പിച്ചട്ടിയിൽ തന്നെ അങ്ങ് വെച്ചിരുന്നു, വേറെ പാത്രത്തിലേക്ക് മാറ്റിയില്ല. അവിടെ അപ്പോഴും ഇരുമ്പിച്ചട്ടിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ അതിലോട്ടങ്ങ് അരിഞ്ഞു. അത് മാറ്റാതെ അത് വീഡിയോയിൽ വരും എന്നുള്ളത് കുഴപ്പമില്ല, നമ്മൾ പാത്രമില്ലേ. അപ്പം അത് ഇനി അതിലേക്കിട്ട് മുട്ടക്കോസൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് എടുത്തില്ല. ബാക്കിയെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എല്ലാം കൂടെ അങ്ങ് വേണ്ടാന്ന് വിചാരിച്ചു. കാര്യം ബീൻസും ക്യാരറ്റൊക്കെ തോനെ ചേർത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി അതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി അതിനാവശ്യത്തിനുള്ള ഉപ്പ് നമുക്കതിലേക്കിടാം. ബിരിയാണി ചേർക്കാനായിട്ടുള്ള വെള്ളം ഞാൻ ഇപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ അരി ഞാൻ അരമണിക്കൂർ കുതിർത്ത് പിന്നെ കണ്ണാപ്പയിൽ തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തക്കാളിക്കയും കൂടി അതിലേക്ക് ഇട്ടു. അത് ബിരിയാണി മസാലയുണ്ട്, അല്ലാത്ത മസാലയുണ്ട്, പട്ട, ഗ്രാമ്പു, തക്കോലം, അതെല്ലാം ഞാൻ പറക്കിയിടുകയാണ്. Alien 5 versus 1 challenge. ആരംഭിക്കട്ടെ. ഏരിയൽ പവർ ജെല്ലിലുണ്ട് 5 ക്ലീനിങ് ടെക്നോളജി. ഇത് നീക്കുന്നു കടുത്ത കറകൾ. ഏരിയൽ പവർ ജെൽ. ജീവിതപങ്കാളിയെ പങ്കാളി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പുതിയ ഹാർപേറ്റ് ബാത്റൂം അൾട്രാ ക്ലീനർ. കലർന്ന വെള്ളത്തിന്റെ പാടുകൾ, മഞ്ഞപ്പാട്, തുരുമ്പ് ബാത്റൂം അൾട്രാ ക്ലീൻ. ഇനി നമുക്കതിലേക്ക് കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും സമയം ഇട്ടത് ഞാൻ വീഡിയോ പൗസ് ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആവശ്യത്തിനുള്ള സമയത്ത് വീഡിയോ പൗസ് ചെയ്ത് വെച്ചിട്ട് ഓണാക്കാൻ മറന്നു പോകും. അതിനുശേഷം അരിയിട്ടു, എസൻസ് ചേർത്തു, മല്ലിയിലയും പുതിനയിലയും ഇട്ടു, ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, എല്ലാം ചെയ്ത് റെഡിയാക്കി. ഇനി അടച്ചിടാം. കണ്ടോ, ഇത്രയും സമയം ഞാൻ വീഡിയോ ഓണാക്കിയിട്ടില്ല. നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു, ഈ വീട്ടിലെ മരുമോളാണെന്ന് പറയണ്ട. അവള് ഈ വീട്ടിൽ വരരുത്. എന്താ കാരണം ഞാൻ പറയണം? നീ ആ വീഡിയോ കണ്ടില്ല? ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നുള്ള പെണ്ണ് ഈ വീട്ടിൽ കഴിയുന്നത് എനിക്ക് എന്റെ കുടുംബത്തിന് ഇഷ്ടമല്ല. കണ്ടോ, ഇനി അത് റെഡിയായി വരണം. ആ വീഡിയോ കണ്ടപ്പോ ആ കളനെ കൊല്ലാൻ എനിക്ക് തോന്നിയത്. അവന്റെ വീട്ടിൽ ചെന്ന് മണി കൊടുത്ത് നിലവില. അവന്റെ ചേച്ചി, അതായത് നിന്റെ ഭാര്യ, ഇനി അവിടെ നിൽക്കും. അവൾക്ക് അതാ സൗകര്യം. അപ്പം വെള്ളമൊക്കെ വറ്റി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇനി എന്ത് പരുവായ നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. എല്ലാം ചേർത്തിട്ടുണ്ട്, എസൻസ് വരെയും ചേർത്തു. കണ്ടോ, കണ്ടോ. ഇനി ഇത്തിരി സമയം കൂടി ഒന്ന് നമുക്ക് കണ്ടോ. ഒന്ന് ഒതുക്കി ഇത്തിരി നേരം കൂടെ ഇട്ടിരുന്നിട്ട് ഇറച്ചിയുണ്ടോ, ഇറച്ചി ഞാനിഞ്ഞ് കോരി കൊണ്ടുവന്ന് വെച്ചു. ഇതിൽ കൊള്ളാനുള്ള ഇറച്ചിയേ ഉള്ളായിരുന്നു. വലിയ ഇരുമ്പച്ചട്ടി എന്ന് പറയുന്നത് വിചാരിച്ച് ഇതിൽ കൊള്ളാനുള്ള ഇറച്ചി ഉണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ ഇറച്ചിയായിരുന്നു കേട്ടോ. കണ്ടോ, മോഷ്ടിച്ച രസം പിടിച്ചു കൊടുക്കുകയും ചെയ്തു. കേസും അറസ്റ്റൊന്നും വേണ്ട സാർ, വിട്ടേക്ക് സാർ. അവൻ വന്ന ഉടനെ സേഫിൽ എത്തിച്ചേക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനും നോക്കിയത് കൊണ്ടുപോകും. കണ്ടോ, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
കാരണം സൂപ്പർ ഷെഫാ. കണ്ടോ? പക്ഷേ അതിനു വേണ്ടി ജീവിതം നമ്മൾ വെന്തോ ഒന്നുകൂടെ നോക്കണം. വിഭവം കഴിക്കുന്ന ഒറ്റ തടിയായിട്ട് ജീവിക്കണോ? തനിയെ പോട്ടെ. ഇന്നിങ്ങനെ സ്വന്തം ജീവിതം ജീവിച്ചത് കിട്ടും. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇട്ട് നമ്മുടെ മൂപ്പിച്ച് വെച്ചിരുന്നതൊക്കെ എല്ലാം ഇട്ട് കണ്ടോ, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായോ? നമ്മുടെ ബിരിയാണിയും അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. മാളൂന് വിഷമം ഫോട്ടോ എടുത്തില്ലെന്ന്. ഓ എടുക്കാം. ഓ അപ്പോൾ അവർ വന്നിട്ടൊക്കെ പോയി. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക് ആരാണെന്ന്. എൻ്റെ അനിയൻ്റെ ഭാര്യയും മക്കളും മരുമോളും അവളെ സഹോദരൻ്റെ മോളുമാണ്. അനിയൻ്റെ മോൻ്റെ കല്യാണത്തിന് ഈയിടയ്ക്ക് നമ്മൾ പോയിരുന്നല്ലോ. മോൻ്റെ കല്യാണമായിരുന്നു. അനിയൻ മരണപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവരായിരുന്നു പാരിപ്പള്ളി പാമ്പുറത്ത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്കെങ്കിലും നിങ്ങളെനിക്ക് തരണം. കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്കെല്ലാം വളരെ മടിയാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നോടുള്ള വിരോധമോ എന്തായാലും മലയാളം അറിഞ്ഞുകൂടാതിരിക്കില്ലല്ലോ. അപ്പം കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് കൂടെ ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും തന്നെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.